Hello everyone. Today we are going to discuss about the short story Slatey the Goat, written by the famous writer Isaac Bashevis Singer. In the last class, we have already discussed about the author Isaac Bashevis Singer and introduction of the short story Slatey the Goat. So in this class, we are moving on the text. At Hanukkah time, the road from the village to the town is usually covered with snow. But this year, the winter had been a mild one. Hanukkah had almost come, yet little snow had fallen. The sun shone most of the time. The peasant had complained that because of the dry weather, there would be a poor harvest of winter grain. New grass sprouted, and the peasants sent their cattle out to pasture. എന്താണ് ഫസ്റ്റ് പാരാഗ്രാഫിൽ പറയുന്നത്? ഈ സ്റ്റോറി നടക്കുന്നത് തന്നെ ഹനൂക്ക ടൈമിലാണ്. ഹനൂക്ക മീൻസ് ഇറ്റ് ഈസ് എ ഫെസ്റ്റിവൽ ഓഫ് ജൂയിഷ് പീപ്പിൾ. ജൂതന്മാരുടെ ഒരു ഫെസ്റ്റിവലാണ് ഹനൂക്ക. നമ്മുടെ ദീപാവലിയൊക്കെ പോലെയുള്ള ദീപങ്ങളുടെ ഉത്സവമാണ് ഹനൂക്ക. അറ്റ് ഹനൂക്ക ടൈം, ദി റോഡ് ഫ്രം ദി വില്ലേജ് to the town is usually covered with snow. ഹനൂക്ക ഫെസ്റ്റിവൽ ആകുമ്പോഴേക്കും റോഡും വില്ലേജും എല്ലാം എന്താണ്, സ്നോയിൽ മഞ്ഞിൽ കുതിർന്ന് കിടക്കാറായിരുന്നു പതിവ്. ബട്ട് ദിസ് ഇയർ ദി വിന്റർ ഹാഡ് ബീൻ എ മൈൽഡ് വൺ. പക്ഷെ ഈ വർഷം ശൈത്യകാലം വളരെ കുറഞ്ഞ രീതിയിൽ വന്നിട്ടുള്ളൂ. ഹനൂക്ക ഹാഡ് ഓൾമോസ്റ്റ് കം. ഹനൂക്ക എന്താണ്, ഹനൂക്ക ഫെസ്റ്റിവൽ ഇവിടെ എത്താറായി. യെറ്റ് ലിറ്റിൽ സ്നോ ഹാഡ് ഫോളൻ. എന്നിട്ടും എന്താണ്, വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് മഞ്ഞ് വീഴുന്നത്. ദി സൺ ഷോൺ മോസ്റ്റ് ഓഫ് ദി ടൈം. എല്ലാ സമയത്തും സൂര്യൻ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ദി peasants had complained that because of the dry weather there would be a poor harvest of winter grain. അപ്പോഴെന്താണ്, കർഷകര് പെസൻസ് പരസ്പരം കംപ്ലൈന്റ് പറയാൻ തുടങ്ങി, പരസ്പരം പരാതി പറയാൻ തുടങ്ങി. കാരണം എന്താണ്, ഈ ഡ്രൈ വെതർ, വരണ്ട കാലാവസ്ഥ. അപ്പോൾ വിന്ററിൽ മാത്രം വിളവെടുക്കുന്ന കുറച്ച് ഗ്രെയിൻസ് ഉണ്ട്, ധാന്യങ്ങളുണ്ട്. അതവർക്ക് എന്താണ്, വിളവെടുക്കാൻ കഴിയുന്നില്ല ഈ ഒരു വരണ്ട കാലാവസ്ഥ കാരണം. അപ്പോൾ അതുകൊണ്ട് അവരെന്താണ്, പരസ്പരം കംപ്ലൈന്റ് പറയാണ്. ന്യൂ ഗ്രാസ് സ്പ്രൗട്ടഡ് ആൻഡ് ദി പെസൻസ് സെൻഡ് ദെയർ കാറ്റിൽ ഔട്ട് ടു പാസ്ചർ. പുതിയ ഗ്രാസുകൾ മുളയ്ക്കാൻ തുടങ്ങി, പുല്ലുകൾ മുളച്ചു. അപ്പോൾ കർഷകര് അവരുടെ കാറ്റിലിനെ, കന്നുകാലികളെ പുൽമേയുന്നതിന് വേണ്ടിയിട്ട് ആ മേടയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇത്രയുമാണ് ഫസ്റ്റ് പാരാഗ്രാഫിൽ പറയുന്നത്. ദെൻ സെക്കൻഡ് പാരാഗ്രാഫ്. ഫോർ റൂവൻ ദി ഫറിയർ ഇറ്റ് വാസ് എ ബാഡ് ഇയർ ആൻഡ് ആഫ്റ്റർ ലോങ് ഹെസിറ്റേഷൻ ഹി ഡിസൈഡഡ് ടു സെൽ സ്ലാറ്റേ ദി ഗോട്ട്. ഷി വാസ് ഓൾഡ് ആൻഡ് ഗേവ് ലിറ്റിൽ മിൽക്ക്. Feivel, the town butcher, had offered 8 gulden for her. Such as some would buy Hanukkah candles, potatoes, and oil for pancakes, gift for the children, and other holiday necessaries for the house. Reuben told his oldest boy, Aaron, to take the goat to town. For Reuben, the furrier, it was a bad year. നമ്മുടെ ഈ ഷോർട്ട് സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടറാണ്, പ്രോട്ടഗോണിസ്റ്റ് ആണ് റൂവൻ. റൂവൻ ഒരു ഫറിയർ ആണ്. ഫറിയർ മീൻസ് കമ്പിളിപ്പുതപ്പൊക്കെ വിൽക്കുന്ന ആളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബാഡ് ഇയർ ആണ്. കാരണം എന്താണ്, തണുപ്പൊന്നുമില്ല, വിന്റർ സീസൺ വളരെ കുറച്ച് രീതിയിലേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴെന്താണ്, വല്ലാത്ത ചെലവൊന്നുമില്ല കമ്പിളിപ്പുതപ്പിന്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട്ടു ചെലവുകൾ, അതുപോലെ തന്നെ ഹനൂക്ക ഫെസ്റ്റിവൽ വരുന്നുണ്ട്, അതിനൊക്കെ ഒരുപാട് പണം വേണം. അങ്ങനെ പണമില്ലാത്ത സമയത്ത് റൂവൻ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. അതെന്താണ്, ആൻഡ് ആഫ്റ്റർ ലോങ് ഹെസിറ്റേഷൻ ഹി ഡിസൈഡഡ് ടു സെൽ സ്ലാറ്റേ ദി ഗോട്ട്. അങ്ങനെ ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം റൂവൻ തീരുമാനിക്കുകയാണ്. എന്താ തീരുമാനിക്കുന്നത്, തന്റെ ഗോട്ടായിട്ടുള്ള, ആടായിട്ടുള്ള സ്ലാറ്റയെ കൊണ്ടുപോയിട്ട് വിൽക്കാമെന്ന്. ഷി വാസ് ഓൾഡ് ആൻഡ് ഗേവ് ലിറ്റിൽ മിൽക്ക്. സ്ലാറ്റയാണെങ്കിലോ ഇപ്പോൾ ഏകദേശം വയസ്സായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എന്താണ്, കുറഞ്ഞ രീതിയിൽ മാത്രമേ മിൽക്ക് തരുന്നുള്ളൂ. ഫെയ്വൽ, ദി ടൗൺ ബച്ചർ,
had offered 8 gulden for her. ഫെയ്വൽ എന്നത് ഈ ടൗണിലെ കശാപ്പുകാരനാണ്, ബച്ചറാണ്. അപ്പോൾ അവര് 8 നാണയങ്ങൾ കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ടുണ്ട് ഈ സ്ലാറ്റി ഗോട്ടിന് ഇദ്ദേഹത്തിന് വിറ്റാൽ. Such as some would buy Hanukkah candles, potatoes and oil for pancakes, gift for the children and other holiday necessaries for the house. അപ്പോഴെന്താണ്, ഇനി സ്ലാറ്റയെ വിറ്റ് കിട്ടുന്ന ക്യാഷ് കൊണ്ട് എന്താണ് ഹനുക്ക ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടുള്ള ക്യാൻഡിൽസ്, മെഴുകുതിരികൾ മേടിക്കാം, അതുപോലെ തന്നെ പൊട്ടാറ്റോസ് മേടിക്കാം, പിന്നെ പാൻ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ വാങ്ങിക്കാം, കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് വാങ്ങിക്കാം, പിന്നെ എന്താണ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ എന്താണ് ആ കാശ് കൊണ്ട് മേടിക്കാം എന്നാണ് ആര് ചിന്തിക്കുന്നത്? റിയൂവൻ ചിന്തിക്കുന്നത്. റിയൂവൻ ടോൾഡ് ഹിസ് ഓൾഡസ്റ്റ് ബോയ് ആരോൺ ടു ടേക്ക് ദി ഗോട്ട് ടു ടൗൺ. എന്നിട്ട് റിയൂവൻ തന്റെ മൂത്ത മകനായിട്ടുള്ള ആരോണിനെ വിളിച്ചിട്ട് ഈ ആടിനെ ടൗണിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ വേണ്ടി പറയാണ്. ഓക്കെ, ഇത്രയുമാണ് സെക്കൻഡ് പാരഗ്രാഫിൽ ഡിസ്കസ് ചെയ്യുന്നത്. In third paragraph, Aaron understood what taking the goat to Feivel meant, but he had to obey his father. Lee, his mother, wiped the tears from her eyes when she heard the news. Aaron's younger sisters, Anna and Miriam, cried loudly. Aaron put on his quilted jacket and a cap with earmuff, bound a rope around Slatty's neck, and took along 2 slices of bread with cheese to eat on the road. Aaron was supposed to deliver the goat by evening, spend the night at the butcher's, and return the next day with the money. Aaron understood what taking the goat to Feivel meant. അപ്പോൾ എന്താണ് ഫെയ്വലിന് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ആരോണിന് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം എന്താണ്, ഫെയ്വൽ എന്ന് പറഞ്ഞാൽ ഒരു കശാപ്പുകാരനാണ്. അപ്പോൾ ആടിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ കൊടുക്കുന്നത് എന്ന് ആരോണിന് മനസ്സിലായി. ബട്ട് ഹി ഹാഡ് ടു ഒബേ ഹിസ് ഫാദർ. പക്ഷേ ആരോണിന് അവന്റെ അച്ഛനെ അനുസരിക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. ലീ, ഹിസ് മദർ, wiped the tears from her eyes when she heard the news. ആരോണിന്റെ അമ്മയാണ് ലീ. അപ്പോൾ ആരോണിന്റെ അമ്മ ഈ ന്യൂസ് കേട്ട ഉടനെ തന്നെ കരയാൻ തുടങ്ങി, കരഞ്ഞ് കണ്ണുനീര് തുടയ്ക്കാൻ തുടങ്ങി. ആരോൺസ് യങ്ങർ സിസ്റ്റേഴ്സ് അന്ന ആൻഡ് മെറിയൻ ക്രൈഡ് ലൗഡ്ലി. അപ്പോഴെന്താണ്, സ്ലാറ്റയെ കൊണ്ടുപോയി വിൽക്കുകയാണ് എന്ന ഈ ന്യൂസ് കേട്ട ഉടനെ തന്നെ ആരോണിന്റെ യങ്ങർ സിസ്റ്റേഴ്സ് ആയിട്ടുള്ള അന്നയും മെറിയനും ഉറക്കെ കരയാൻ തുടങ്ങുകയാണ്. Aaron put on his quilted jacket and a cap with earmuff, bound a rope around Slatty's neck. ആരോൺ സ്ലാറ്റയെ ടൗണിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പോവാണ്. അപ്പോഴെന്താണ്, അവൻ അവന്റെ ജാക്കറ്റും അതുപോലെ തന്നെ തൊപ്പിയും ഒക്കെ എടുത്തിട്ട് ഇയർമഫ് ഒക്കെ എടുത്തിട്ട് പോവാൻ വേണ്ടിയിട്ട് റെഡിയാവാണ്. ബൗണ്ട് എ റോപ്പ് അറൌണ്ട് സ്ലാറ്റി നെക്ക്. എന്നിട്ട് സ്ലാറ്റയുടെ കഴുത്തിന് ചുറ്റുമായിട്ട് ആ റോപ്പ് ഇടുകയാണ്, കയറിടുകയാണ്. ആൻഡ് ടുക്ക് അലോങ് 2 slices ഓഫ് ബ്രെഡ് വിത്ത് ചീസ് ടു ഈറ്റ് ഓൺ ദി റോഡ്. അവൻ എന്താണ്, കയ്യിൽ ബ്രെഡും അതുപോലെ തന്നെ ചീസും കരുതാണ്, ഇനി റോഡിലൂടെ നടന്നു പോകുമ്പോൾ കഴിക്കല്ലോ എന്ന് കരുതിയിട്ട്. ആരോൺ വാസ് സപ്പോസ്ഡ് ടു ഡെലിവർ ദി ഗോട്ട് ബൈ ഈവനിങ്, സ്പെൻഡ് ദി നൈറ്റ് അറ്റ് ദി ബച്ചേഴ്സ് ആൻഡ് റിട്ടേൺ ദി നെക്സ്റ്റ് ഡേ വിത്ത് ദി മണി. അപ്പോൾ എന്താണ് ആരോൺ ചിന്തിക്കുന്നത്? വൈകിട്ട് സ്ലാറ്റയുമായിട്ട് ബച്ചറിന്റെ അടുത്തേക്ക് പോവാം, എന്നിട്ട് ബച്ചറിന്റെ കയ്യിൽ സ്ലാറ്റയെ ഏൽപ്പിക്കാം, അന്ന് രാത്രി ബച്ചറിന്റെ ഹൗസിൽ തങ്ങിയിട്ട് പിറ്റേ ദിവസം പണവുമായിട്ട് തന്റെ വീട്ടിലോട്ട് തന്നെ മടങ്ങിയെത്താം എന്നാണ് ആരോൺ കരുതുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഈ തേർഡ് പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ, ഈ സ്റ്റോറിയുടെ ഫസ്റ്റ് 3 പാരഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് ഹ്യൂമൻ ബീയിങ്സും ആനിമൽസും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് കാണാൻ കഴിയും, അല്ലേ? കാരണം എന്താണ്, സ്ലാറ്റി എന്ന ഗോട്ട് ഇവരുടെ ഫാമിലിയുമായിട്ട് അത്രത്തോളം അടുപ്പമുണ്ട്. അതുകൊണ്ടാണ് സ്ലാറ്റിയെ കൊണ്ടുപോയിട്ട് വിൽക്കാണ് എന്നറിഞ്ഞ ഉടനെ തന്നെ ലീയും ആരോന്റെ അമ്മയും യങ്ങർ സിസ്റ്റേഴ്സായിട്ടുള്ള അന്നയും മിറിയനും ഒക്കെ ഉറക്കെ കരയുന്നത്.
അപ്പോൾ അവരുടെ ആ ഒരു ബോണ്ട് നമുക്ക് ഫസ്റ്റ് 3 പാരഗ്രാഫിൽ തന്നെ കാണാൻ കഴിയും അല്ലേ. Let us continue the short story. Slatty the Coat. While the family said goodbye to the coat, and Aaron placed the rope around her neck, Slatty stood as patiently and good-naturedly as ever. She licked Reuben's hand. She shook her small white beard. Slatty trusted human beings. She knew that they always fed her and never did her any harm. While the family said goodbye to the coat, അങ്ങനെ രൂപന്റെ ഫാമിലി സ്ലാറ്റിയോട് കോട്ടിനോട് ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ആ നേരം ആരോൺ പ്ലേസ്ഡ് ദി റോപ്പ് അറൌണ്ട് ഹെർ നെക്ക്. ആരോൺ സ്ലാറ്റിയുടെ കഴുത്തിലൂടെ റോപ്പിട്ടിട്ട് മുറുക്കുകയാണ്, കയറിട്ട് മുറുക്കുകയാണ്. Slatty stood as patiently and good-naturedly as ever. അപ്പോൾ ആരോൺ അങ്ങനെ കയറ് മുറുക്കുന്ന സമയത്തും സ്ലാറ്റി എന്താണ്, പേഷ്യന്റ് ആയിട്ട് ക്ഷമയോട് കൂടിയിട്ട് സാധാരണ നിന്നു കൊടുക്കുന്ന പോലെ തന്നെ നിന്നു കൊടുത്തു. She licked Reuben's hand. എന്നിട്ട് ആ ഗോട്ട് സ്ലാറ്റി റൂവന്റെ റൂവന്റെ കൈകള് ലിക്ക് ചെയ്യാണ്. She shook her small white beard. പിന്നീട് എന്താണ് ചെയ്യുന്നത് ആ ഗോട്ട്? അവളുടെ തല ഒന്ന് കുലുക്കാണ്, താടി ഒന്ന് കുലുക്കുകയാണ്. സ്ലാറ്റി ട്രസ്റ്റഡ് ഹ്യൂമൻ ബീയിങ്സ്. സ്ലാറ്റി എപ്പോഴും ഹ്യൂമൻ ബീയിങ്സിനെ വിശ്വസിക്കുന്നുണ്ട്. അവള് ഉള്ള ആ കുടുംബത്തിനെ എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ആ ഗോട്ട്. ഷീ ന്യൂ ദാറ്റ് ദേ ഓൾവേസ് ഫെഡ് ഹർ. അവക്കറിയാം എന്ത്, അവരുടെ ഫാമിലി, റൂവന്റെ ഫാമിലി എപ്പോഴും സ്ലാറ്റിയെ നന്നായിട്ട് തന്നെ പരിപാലിക്കുമെന്ന്. ആൻഡ് നെവർ ഡിഡ് ഹെർ എനി ഹാം. ഒരു തരത്തിലുള്ള ദോഷവും അവരുടെ ഭാഗത്തു നിന്ന് തനിക്ക് ഏൽക്കില്ല എന്ന് സ്ലാറ്റിക്ക് അറിയാം. ഓക്കെ. വെൻ ആരോൺ ബ്രോട്ട് ഹെർ ഔട്ട് ഓൺ ദി റോഡ് ടു ടൗൺ, ഷീ സീംഡ് സംവാട്ട് അസ്റ്റോണിഷ്ഡ്. ഷീ ഹാഡ് നെവർ ബീൻ ലെഡ് ഇൻ ദാറ്റ് ഡയറക്ഷൻ ബിഫോർ. അങ്ങനെ സ്ലാറ്റിയുമായിട്ട് ആരോൺ റോഡിലേക്ക് ഇറങ്ങുകയാണ്. ആ സമയത്ത് സ്ലാറ്റിക്ക്, ആ ഗോട്ടിന് ഒന്ന് ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. കാരണം എന്താണ്? ഷി ഹാഡ് നെവർ ബീൻ ലെഡ് ഇൻ ദാറ്റ് ഡയറക്ഷൻ ബിഫോർ. അതിനു മുന്നേ ഒന്നും സ്ലാറ്റിയുമായിട്ട് ആരോൺ ആ ഡയറക്ഷനിലൂടെ, ആ വഴിയിലൂടെ പോയിട്ടില്ല. അപ്പോഴെന്താണ്, പരിചയമില്ലാത്ത വഴി കണ്ടിട്ട് സ്ലാറ്റിക്ക് ആശ്ചര്യം തോന്നിയിട്ട് ആരോണിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഓക്കെ. Then she looked back at him questioningly, as if to say, "Where are you taking me?" But after a while, she seemed to come to the conclusion that a god shouldn't ask questions. Still, the road was different. They passed new fields, pastures, and huts with thatched roofs. Here and there a dog barked and came running after them, but Aaron chased it away with his stick. She looked back at him questioningly, as if to say, "Where are you taking me?" അപ്പോഴെന്താണ്, സ്ലാറ്റിക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം എന്ന ഭാവത്തോടു കൂടിയിട്ട് ആരോന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. സ്ലാറ്റിക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ സ്ലാറ്റി ചോദിച്ചേനെ, "Where are you taking me?" എന്നെ നീ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന്. ബട്ട് ആഫ്റ്റർ എ വൈൽ ഷീ സീംഡ് ടു കം ടു ദി കൺക്ലൂഷൻ ദാറ്റ് എ ഗോഡ് ഷുഡിന്റ് ആസ്ക് ക്വസ്റ്റ്യൻസ്. പക്ഷേ സ്ലാറ്റി തന്നെ പിന്നീട് ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരുകയാണ്. ഗോട്ടിന്, ആടിന് സ്ലാറ്റിക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കഴിയില്ല എന്ന കൺക്ലൂഷനിൽ എത്തിച്ചേരുകയാണ്. സ്റ്റിൽ ദി റോഡ് വാസ് ഡിഫറെന്റ്. അതെ, അവർ സഞ്ചരിക്കുന്ന റോഡിന് വരെ വ്യത്യാസമുണ്ട്. മുൻപൊന്നും തന്നെ അവർ ആ റോട്ടിലൂടെ സഞ്ചരിച്ചിട്ടില്ല. ദേ പാസ്ഡ് ന്യൂ ഫീൽഡ്സ്, പാസ്റ്റേഴ്സ് ആൻഡ് ഹട്ട്സ് വിത്ത് തേച്ച്ഡ് റോസ്. അവർ പാസ് ചെയ്യുന്ന വഴിയിൽ പുതിയ പുതിയ നെൽ വയലുകൾ അവർക്ക് കാണാൻ കഴിഞ്ഞു. ദെൻ പാസ്റ്റേഴ്സ്, പുൽമേടകൾ കാണാൻ കഴിഞ്ഞു. ആൻഡ് ഹട്ട്സ് വിത്ത് തേച്ച്ഡ് റോസ്, വൈക്കോൽ കൊണ്ട് മെനഞ്ഞ വീടുകൾ കാണാൻ കഴിഞ്ഞു. ഹിയർ ആൻഡ് ദർ എ ഡോഗ് ബാർക്ക്ഡ് ആൻഡ് കെയിം റണ്ണിങ് ആഫ്റ്റർ ദം. ആ സമയത്താണ് ഒരു ഡോഗ്, ഒരു നായ കുരച്ചുകൊണ്ട് അവർക്ക് നേരെ ചാടി വീണത്. ബട്ട് ആരോൺ ചേസ്ഡ് ഇറ്റ് എവേ വിത്ത് ഹിസ് സ്റ്റിക്ക്.
പക്ഷേ ആരോൺ എന്താ ചെയ്തത്? തന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട്, വടി ഉപയോഗിച്ചിട്ട് അതിനെ ചേസ് ചെയ്ത് അതിനെ ഓടിച്ചു കളഞ്ഞു. The sun was shining when Aaron left the village. Suddenly, the weather changed. A large black cloud with a bluish center appeared in the east and spread itself rapidly over the sky. A cold wind blew in with it. The crows flew low, croaking. At first, it looked as if it would rain, but instead it began to hail as in summer. It was early in the day, but it became dark as dusk. After a while, the hail turned to snow. The sun was shining when Aaron left the village. ആരോൺ ആ വില്ലേജിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ എന്തായിരുന്നു? സണ്ണ് നല്ല ഷൈനോട് കൂടിയിട്ടായിരുന്നു നിന്നിരുന്നത്. നന്നായിട്ട് സൂര്യപ്രകാശം ഉണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു ആ സമയത്ത്. സഡൻലി ദി വെദർ ചേഞ്ച്ഡ്. പെട്ടെന്നായിരുന്നു ആ കാലാവസ്ഥ മാറിയത്. A large black cloud with a bluish center appeared in the east and spread itself rapidly over the sky. അപ്പോൾ ആകാശമൊക്കെ എന്താണ്? ബ്ലൂയിഷ് കളർ ആവാൻ തുടങ്ങി. അത് എല്ലാ സ്ഥലത്തേക്കും സ്പ്രെഡ് ചെയ്തു. A cold wind blew in with it. അവരുടെ ദേഹത്തേക്ക് കോൾഡ് വിൻഡ്, നല്ല തണുത്ത കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. The crows flew low, croaking. കാക്കകള് കരഞ്ഞുകൊണ്ട് പറക്കാൻ തുടങ്ങി. At first, it looked as if it would rain, but instead it began to hail as in summer. ആദ്യമൊക്കെ എന്താണ്? ആ കാലാവസ്ഥ കണ്ടപ്പോൾ മഴ പെയ്യും എന്നായിരുന്നു ആരോൺ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് അത് ഹെയിലായിട്ട് മാറി, ആലിപ്പഴമായിട്ട് മാറി, കുഞ്ഞു കുഞ്ഞു മഞ്ഞുകട്ടകളായിട്ട് മാറി. It was early in the day, but it became dark and dusk. After a while, the hail turned to snow. അവര് ആരോണും സ്ലാറ്റയും വളരെ കാലത്തായിരുന്നു പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ കാലാവസ്ഥ കണ്ടിട്ട് എന്താണ്? ഡസ്ക് ആയ പോലെ, വൈകുന്നേരമായ പോലെയാണ് അവർക്ക് തോന്നിയത്. കാരണം എന്താണ്? ആ മഴയുടെ കാറും ഒക്കെ കൂടെ വന്നപ്പോൾ വൈകുന്നേരം പോലെ കാണപ്പെട്ടു. രാത്രിയുടെ യാമങ്ങളിലോട്ട് പോകുന്ന പോലെയാണ് അവർക്കപ്പോൾ തോന്നിയത്. ആഫ്റ്റർ എ വൈൽ ദി ഹെയിൽ ടേൺ ടു സ്നോ. പിന്നെ എന്താണ്? ആ ആലിപ്പഴം പിന്നീട് എന്താണ്? മഞ്ഞുകട്ടകളായിട്ട് താഴത്തേക്ക് വീഴാൻ തുടങ്ങി. മഞ്ഞുകട്ടകളായിട്ട് മഞ്ഞായിട്ട് പൊടിയാൻ തുടങ്ങി. In his 12 years, Aaron had seen all kinds of weather, but he had never experienced a snow like this one. അപ്പോഴെന്താണ്? ആരോണിപ്പോൾ 12 വയസ്സാണ് പ്രായം. അവന്റെ ഈ പ്രായത്തിനിടയ്ക്ക് ഒരുവിധം എല്ലാ വെതറും, കാലാവസ്ഥയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കാലാവസ്ഥ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനെയും മഞ്ഞ് വീഴുന്ന ഈ കാലാവസ്ഥ. It was so dense. It shut out the light of the day. In a short time, their path was completely covered. അപ്പോഴെന്താണ്? ആ കുറച്ച് സമയം കൊണ്ട് തന്നെ അവർ സഞ്ചരിക്കുന്ന പാത മുഴുവനായിട്ട് മഞ്ഞുകൊണ്ട് നിറഞ്ഞിരുന്നു. The wind became as cold as ice. ഐസിനേക്കാൾ തണുപ്പുണ്ടായിരുന്നു ആ വിൻഡിന്. The road to town was narrow and windy. അവർ സഞ്ചരിക്കുന്ന പാത മുഴുവനായിട്ട് എന്തായിരുന്നു? വിൻഡ് കൊണ്ട്, മഞ്ഞുകൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. Aaron no longer knew where he was. ആരോണിന് താൻ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം എന്താണ്? അത്രത്തോളം മഞ്ഞുകൊണ്ട് നിറഞ്ഞിരുന്നു ആ സ്ഥലം. He could not see through the snow. മഞ്ഞ് പെയ്യുന്നതിനുള്ളിലൂടെ അവനൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. The cold soon penetrated his quilted jacket. അപ്പോഴെന്താണ്? ആരോൺ വളരെ കട്ടിയുള്ള ജാക്കറ്റാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് പോലും അതിനുള്ളിലൂടെ തണുപ്പ് അവന്റെ ദേഹത്തേക്ക് എത്താൻ തുടങ്ങി. അപ്പോൾ അത്രത്തോളം മഞ്ഞ് പെയ്യുന്നുണ്ട് അവിടെ, അത്രത്തോളം തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അവർക്ക്. ഓക്കെ, അപ്പോൾ അത്രത്തോളം മഞ്ഞ് പെയ്യുന്നുണ്ട് അവിടെ, അത്രത്തോളം തണുപ്പ് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ തണുപ്പിൽ, ആ മഞ്ഞ് പെയ്യുന്ന സമയത്ത് അവർക്ക് പുറമെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊന്നും തന്നെ കാണാൻ കഴിയുന്നില്ല. At first, Slatte didn't seem to mind the change in weather. She too was 12 years old and knew what winter meant. But when her legs sank deeper and deeper into the snow, she began to turn her head and look at Aaron in wonderment. Her mild eyes seemed to ask, "Why are we out in such a storm?"
Aaron hoped that a peasant would come along with his cart, but no one passed by. At first, Slatty didn't seem to mind the change in weather. അപ്പോഴെന്താണ് ആ വെതറിലുണ്ടായ കാലാവസ്ഥയിലുണ്ടായ മാറ്റം ആദ്യമൊന്നും ആർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. സ്ലാറ്റിക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. She too was 12 years old and knew what winter meant. ആരോണിന്റെ അതേ പ്രായം തന്നെയാണ് സ്ലാറ്റിക്കും ഉള്ളത്. രണ്ടുപേർക്കും 12 വയസ്സാണ്. അപ്പോൾ എന്താണ് വിന്റർ എന്നൊക്കെ ആർക്കറിയാം? സ്ലാറ്റിക്ക് അറിയാം. പക്ഷെ ഇങ്ങനൊരു കാലാവസ്ഥ ആദ്യമായിട്ടാണ് സ്ലാറ്റിയും കാണുന്നത്. But when her legs sank deeper and deeper into the snow, she began to turn her head and look at Aaron in wonderment. പിന്നെ എന്താണ്, അത്രത്തോളം മഞ്ഞിങ്ങനെ മൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്ലാറ്റിയുടെ കാലുകൾ മഞ്ഞിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സ്ലാറ്റി അത്ഭുതത്തോട് കൂടിയിട്ട് ആരെ നോക്കുകയാണ്? ആരോന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. Her mild eyes seemed to ask, "Why are we out in such a storm?" അവളുടെ കണ്ണുകൾക്ക് ചോദ്യം ചോദിക്കുന്ന രീതിയിലായിരുന്നു ആ നോട്ടം. എന്തായിരുന്നു ആ ചോദ്യം? "Why are we out in such a storm?" എന്തിനാണ് ഇങ്ങനെയും മഞ്ഞ് വീഴുന്ന ഈ കാലാവസ്ഥയിൽ നമ്മൾ പുറത്തിറങ്ങിയത് എന്ന്. Aaron hoped that a peasant would come along with his cart, but no one passed by. ആരോണിന് അപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ആരെങ്കിലും ഏതെങ്കിലും കർഷകൻ തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുമെന്ന്. പക്ഷെ ആരും തന്നെ ആ വഴി കടന്നു പോയില്ല, ആ വഴി പാസ് ചെയ്തു പോയില്ല. The snow grew thicker, falling to the ground in large, whirling flakes. Beneath it, Aaron's boot touched the softness of a plowed field. He realized that he was no longer on the road. He had gone astray. The snow grew thicker. അപ്പോഴെന്താണ് സ്നോ, ആ മൂടൽ മഞ്ഞ് വളരെ കട്ടിയിൽ താഴത്തേക്ക് പതിക്കാൻ തുടങ്ങി. Falling to the ground in large, whirling flakes. അതെന്താണ്, പൊടി പൊടിയായിട്ട് മഞ്ഞിങ്ങനെ മഴ പോലെ വീഴാൻ തുടങ്ങിയിരുന്നു, മഞ്ഞുകട്ടകൾ ഇങ്ങനെ വീഴാൻ തുടങ്ങിയിരുന്നു. Beneath it, Aaron's boots touched the softness of a plowed field. ആ സമയത്ത് ആരോന്റെ ബൂട്ട് എവിടെയാണ് ടച്ച് ചെയ്തത്? പ്ലൗഡ് ഫീൽഡിൽ, ഉഴുതുമറിച്ച ഒരു വയലിലായിരുന്നു ടച്ച് ചെയ്തത്. He realized that he was no longer on the road. അപ്പോൾ അവന് മനസ്സിലായി എന്ത്, അവനിപ്പോൾ റോഡിലല്ല ഉള്ളതെന്ന്. He had gone astray. അവൻ വഴി തെറ്റി മറ്റെങ്ങോട്ടോ പോയിട്ടുണ്ട്. അപ്പോൾ അവർ റോഡ് വഴിയായിരുന്നു നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്താണ്, മൂടൽ മഞ്ഞിൽ അവർക്ക് മഞ്ഞ് കാരണം എന്താണ്, വഴിയൊന്നും മനസ്സിലാവാതെ വഴി തെറ്റി മറ്റെവിടെയോ അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. He could no longer figure out which was east or west. അവൻ ഏതാണ് ഈസ്റ്റ് ഏതാണ് വെസ്റ്റ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. Which way was the village, the town? ഏത് വഴി പോയാലാണ് വില്ലേജിലെത്തുക, ഏത് വഴി പോയാലാണ് ടൗണിലെത്തുക എന്നും അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. The wind whistled, howled, whirled the snow in eddies. അപ്പോഴെന്താണ്, വിൻഡും കാറ്റും അതുപോലെ തന്നെ സ്നോയും മഞ്ഞും ഒക്കെ കൂടെ വന്നപ്പോൾ ഒരു വിസിലടിക്കുന്ന സൗണ്ട് പോലെ അവർക്ക് തോന്നുകയാണ്. A white dust rose above the ground. അപ്പോഴെന്താണ്, അവർ നടക്കുന്ന ആ ഗ്രൗണ്ടിൽ മുഴുവനായിട്ട് വെള്ളപ്പൊടി പോലെ മഞ്ഞ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ലാറ്റി സ്റ്റോപ്ഡ്. സ്ലാറ്റിക്ക് പിന്നീട് അങ്ങോട്ട് നടക്കാൻ കഴിഞ്ഞില്ല. സ്ലാറ്റി അവിടെ നിന്നു. ഷീ കുഡ് വാക്ക് നോ ലോങ്ങർ. ഇനി ഒരടി മുന്നോട്ട് വെക്കാൻ ആർക്ക് കഴിഞ്ഞില്ലായിരുന്നു? സ്ലാറ്റിക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഐസിക്കിൾസ് ഹങ് ഫ്രം ഹെർ വൈറ്റ് ബിയർഡ് ആൻഡ് ഹെർ ഹോൺസ് വർ ഗ്ലേസ്ഡ് വിത്ത് ഫ്രോസ്റ്റ്. സ്ലാറ്റിയുടെ ശരീരത്തിൽ മുഴുവനായിട്ട് എന്ത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു? ആ മഞ്ഞ് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ഐസിക്കിൾസ് ഹങ് ഫ്രം ഹെർ വൈറ്റ് ബിയർഡ്. മഞ്ഞ് കണങ്ങൾ സ്ലാറ്റിയുടെ ബിയർഡിലെ താടിയിൽ വന്ന് പതിയുന്നുണ്ടായിരുന്നു. ആൻഡ് ഹെർ ഹോൺസ് വർ ഗ്ലേസ്ഡ് വിത്ത് ഫ്രോസ്റ്റ്. അപ്പോൾ ഈ മഞ്ഞ് തുള്ളികൾ സ്ലാറ്റിയുടെ കൊമ്പിൽ വീണപ്പോൾ എന്താണ്, ആ കൊമ്പ് തിളങ്ങുന്നതായിട്ട് കാണപ്പെട്ടു. ആരോൺ ഡിഡ് നോട്ട് വാണ്ട് ടു അഡ്മിറ്റ് ദി ഡേഞ്ചർ. ആരോണിന് ആ സമയത്ത് അപകടനില ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അവർ അപകടത്തിൽ പെട്ടു എന്നത് ഉൾക്കൊള്ളാൻ ആർക്ക് കഴിഞ്ഞില്ല? ആരോണിന് കഴിഞ്ഞില്ല. ബട്ട് ഹീ ന്യൂ ജസ്റ്റ് ദി സെയിം that if they did not find shelter. പക്ഷെ അവന് ഒരു കാര്യം മനസ്സിലായിരുന്നു, ഈ സമയത്ത് ഈ സ്ഥലത്തിന് അവർക്ക് ഒരിക്കലും ഒരു ഷെൽട്ടർ കിട്ടില്ല എന്ന്. They would freeze to death. അവർ മരണത്തിലേക്കാണ് പോകുന്നത് എന്ന് ആർക്ക് തോന്നി? ആരോണിന് തോന്നി. This was no ordinary storm. ഇതൊരു സാധാരണ സ്റ്റോം അല്ല, സാധാരണ മഞ്ഞല്ല. It was a mighty blizzard. ഇതെന്താണ്, മഞ്ഞ് കട്ടകളാണ് പെയ്യുന്നത്, ഹിമപാളികളായിട്ടാണ് വരുന്നത്. The snowfall had reached his knees. സ്നോഫോൾ എന്താ, ഈ മഞ്ഞുകട്ടകൾ എവിടം വരെ എത്തി? അവന്റെ മുട്ടുകാല് വരെ എത്താൻ തുടങ്ങി. ഹിസ് ഹാൻഡ്സ് വർ നമ്പ്.
അവന്റെ കൈകളൊക്കെ മരവിക്കാൻ തുടങ്ങി. ആൻഡ് ഹി കുഡ് നോ ലോങ്ങർ ഫീൽ ഹിസ് ടോയ്സ്. അവന്റെ കൈയും അതുപോലെ തന്നെ കാൽവിരലുകളും എല്ലാം നമ്പായി പോയിരുന്നു, മരവിച്ചു പോയിരുന്നു. ഹി ചോക്ഡ് വെൻ ഹി ബ്രീത്ത്. അവൻ ശ്വാസം എടുക്കുന്ന സമയത്ത് അവന് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഹിസ് നോസ് ഫെൽറ്റ് ലൈക്ക് വുഡ് ആൻഡ് ഹി റബ്ഡ് ഇറ്റ് വിത്ത് സ്നോ. അവന്റെ മൂക്കുകൾ മരത്തിന്റെ അത്ര ബലമുള്ളതായിട്ട് അവന് തോന്നി, കാരണം അത്രത്തോളം മരവിച്ചിട്ടുണ്ടായിരുന്നു ആ തണുപ്പ് തട്ടിയിട്ട്. ഹി റബ്ഡ് ഇറ്റ് വിത്ത് സ്നോ. അവൻ എന്നിട്ട് അവന്റെ നോസ് സ്നോ കൊണ്ട് റബ്ബ് ചെയ്തു. സ്ലാറ്റീസ് ബ്ലീച്ചിങ് ബിഗാൻ ടു സൗണ്ട് ലൈക്ക് ക്രൈയിങ്. സ്ലാറ്റയാണെങ്കിലോ കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി. Those humans in whom she had so much confidence had dragged her into a trap. അത്രത്തോളം വിശ്വസിച്ചിരുന്നു അവൻ ആരോണിനെയും ആരോണിന്റെ ഫാമിലിയെയും. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ട്രാപ്പിൽ പെടുത്തിയത് എന്ന് ആർക്ക് തോന്നി? സ്ലാറ്റയ്ക്ക് തോന്നി. ആരോൺ began to pray to God for himself and for the innocent animal. ആരോൺ ആ സമയത്ത് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവനും അതുപോലെ തന്നെ സ്ലാറ്റയ്ക്കും വേണ്ടിയിട്ട്. ഓക്കെ. സഡൻലി ഹി മേഡ് ഔട്ട് ദി ഷേപ്പ് ഓഫ് എ ഹില്ല്. പെട്ടെന്നാണ് അവനൊരു ഹില്ലിന്റെ രൂപത്തിൽ മഞ്ഞ കൂമ്പാരം കാണുന്നത്. ഹി വണ്ടേർഡ് വാട്ട് ഇറ്റ് കുഡ് ബി. അവൻ അത്ഭുതപ്പെട്ടു പോയി, ഇതെന്താണ് സംഭവം എന്ന് ഓർത്തിട്ട്. ഹു ഹാഡ് പാൽഡ് സ്നോ ഇൻ ടു സച്ച് എ ഹ്യൂജ് ഹീപ്പ്. ആരാണ് മഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ഒരു കൂമ്പാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് അവന് ഓർത്തുപോയി. ഹി മൂവ്ഡ് ടുവേർഡ് ഇറ്റ് ഡ്രാഗിങ് സ്ലാറ്റി ആഫ്റ്റർ ഹിം. എന്നിട്ട് അവൻ സ്ലാറ്റയും കൂടി വലിച്ചിട്ട് അതിനുള്ളിലേക്ക് കയറാണ്. വെൻ ഹി കെയിം നിയർ ഇറ്റ് ഹി റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് എ ലാർജ് ഹെയർസ്റ്റോക്ക് വിച്ച് ദി സ്നോ ഹാഡ് ബ്ലാങ്കറ്റഡ്. അവൻ സ്ലാറ്റയെ വലിച്ചതിനുള്ളിൽ കയറിയപ്പോഴാണ് അവന് മനസ്സിലായത് ഇതൊരു ഹിൽ സ്നോ അല്ല, സ്നോ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ഹില്ലല്ല, പകരം ഹെയർ സ്റ്റോക്ക് ആണെന്ന്. ഹെയർ സ്റ്റോക്ക് മീൻസ് വൈക്കോൽ കൂനയാണ് എന്ന്. അതിന്റെ മുകളിൽ മുഴുവനായിട്ട് മഞ്ഞുപാളികൾ വീണിട്ട് അതൊരു മഞ്ഞ മലയായിട്ടാണ് അവർക്ക് തോന്നിയത്. പക്ഷെ അതിനുള്ളിൽ കയറിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അതൊരു വൈക്കോൽ കൂനയാണ്. വൈക്കോൽ കൂനയുടെ മുകളിൽ മുഴുവനായിട്ട് മഞ്ഞ് നിറഞ്ഞതായിരുന്നു എന്ന്. ഓക്കെ. ആരോൺ റിയലൈസ്ഡ് ഇമ്മീഡിയറ്റ്ലി ദാറ്റ് ദേ വർ സേവ്ഡ്. അങ്ങനെ ആ വൈക്കോൽ കൂനയ്ക്ക് അകത്തേക്ക് കയറിയപ്പോൾ ആരോണിന് മനസ്സിലാവാണ് അവർ രക്ഷപ്പെട്ടു എന്ന്. വിത്ത് ഗ്രേറ്റ് എഫേർട്ട് he dug his way through the snow. He was a village boy and knew what to do. അങ്ങനെ അവന്റെ കഴിവതും പരിശ്രമിച്ചിട്ട് അവർ നടക്കുന്ന വഴിയിലുള്ള സ്നോ മഞ്ഞ നീക്കം ചെയ്യാണ്. അവനൊരു വില്ലേജ് ബോയ് ആയതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവൻ അറിയാമായിരുന്നു. When he reached the hay, he hollowed out a nest for himself and the goat. അങ്ങനെ ആ വൈക്കോൽ കൂനയ്ക്ക് അകത്തേക്ക് കയറിയിട്ട് അവനൊരു കൂടാരം ഉണ്ടാക്കുകയാണ്. അവനും സ്ലാറ്റയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു കൂടാരം അവൻ റെഡിയാക്കുകയാണ്. നോ മാറ്റർ ഹൗ കോൾഡ് ഇറ്റ് മേ ബി ഔട്ട്സൈഡ്, ഇൻ ദി ഹേ ഇറ്റ് ഈസ് ഓൾവേസ് വാം. പുറത്ത് എത്രത്തോളം തണുപ്പാണ് എന്നുണ്ടെങ്കിലും മഞ്ഞ് പെയ്യുന്നുണ്ട് എങ്കിൽ പോലും ആ വൈക്കോൽ കൂനയ്ക്ക് അകത്ത് നല്ല ചൂടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഫുഡ് ഫോർ സ്ലാറ്റെ. അത് മാത്രല്ല, അത് സ്ലാറ്റയ്ക്കുള്ള ഫുഡ് കൂടിയായിരുന്നു. The moment she smelled it, she became contented and began to eat. അങ്ങനെ സ്ലാറ്റി അത് ആദ്യം ഒന്ന് സ്മെല്ല് ചെയ്തിട്ട് പിന്നീട് ആ വൈക്കോല് കുറച്ചെടുത്ത് കഴിക്കാൻ തുടങ്ങി. ഔട്ട്സൈഡ് ദി സ്നോ കണ്ടിന്യൂ ടു ഫോൾ. പുറത്താണെങ്കിലോ മഞ്ഞിപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ക്വിക്ലി കവേർഡ് ദി പാസേജ് വേ ആരോൺ ഹാഡ് ഡഗ്. അങ്ങനെ ആരോൺ വരുന്ന സമയത്ത് അവര് കുഴിച്ച വഴി അതിൽ വീണ്ടും മഞ്ഞ് വന്ന് നിറഞ്ഞു. But a boy and an animal need to breathe, and there was hardly any air in their hideout. അങ്ങനെ അവര് രണ്ടുപേരും, ആരോണും സ്ലാറ്റയും, ശ്വാസം വിടാൻ പരമാവധി കഷ്ടപ്പെട്ടു. കാരണം ശ്വാസം പുറത്തേക്ക് പോവാനുള്ള ഒരു ഹോളോ മറ്റൊന്നും തന്നെ ആ വൈക്കോൽ കൂനയ്ക്കകത്ത് ഇല്ലായിരുന്നു. ആരോൺ bored a kind of a window through the hay and snow and carefully kept the passage clear. ആ സമയത്ത് ആരോൺ ചെയ്യുന്നത്? ആരോൺ ആ വൈക്കോൽ കൂനയ്ക്കകത്ത് നിന്ന് ഒരുപാട് വൈക്കോൽ എടുത്ത് മാറ്റിയിട്ട് ആദ്യം ഒരു ഹോൾ ഉണ്ടാക്കുകയാണ്. പിന്നീട് അതൊരു വിൻഡോയുടെ ഷേപ്പിലാക്കിയിട്ട് മാറ്റുകയാണ്. അങ്ങനെ അവർ പുറത്തേക്ക് വിടുന്ന ശ്വാസം പോവാനുള്ള ഒരു വഴി ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. Then next paragraph. Slatte, having eaten her fill, sat down on her hind legs and seemed to have regained her confidence in man. Aaron ate 2 slices of bread and cheese.
But after the difficult journey, he was still hungry. സ്ലാറ്റി എന്താണ് ആ സമയത്ത് ചെയ്യുന്നത്? സ്ലാറ്റിയുടെ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സ്ലാറ്റി കാലും മടക്കിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആരോണിന്റെ കോൺഫിഡൻസ് കണ്ടിട്ട് സ്ലാറ്റിക്കും അത്ഭുതം തോന്നുന്നുണ്ട്. ആരോൺ ate his 2 slices of bread and cheese, but after the difficult journey he was still hungry. അപ്പോൾ ആരോണ് വരുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എന്താണ്, ബ്രെഡും ചീസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവൻ അത് കഴിക്കുകയാണ്. പക്ഷേ അത്രയും ഡിഫിക്കൽട്ട് ജേർണി കാരണം എന്താണ്, അവന്റെ വിശപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല. അവൻ അത്രത്തോളം വിശക്കുന്നുണ്ടായിരുന്നു. He looked at Slatty and noticed that her udders were full. He lay down next to her, placing himself so that when he milked her, he could squirt the milk into his mouth. It was rich and sweet. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആരോണിന് അത്രത്തോളം വിശക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വിശപ്പ് അവനെ സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ആ സമയത്താണ് ആരോണ് സ്ലാറ്റിയുടെ അകിട് മുഴുവനായിട്ട് പാല് കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് കാണുന്നത്. പിന്നീട് ആരോണ് സർവൈവ് ചെയ്യുന്നത് തന്നെ എന്താണ്, സ്ലാറ്റിയുടെ മിൽക്ക് കുടിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ സ്ലാറ്റിയുടെ മിൽക്ക് വളരെ റിച്ച് ആയിട്ടും സ്വീറ്റ് ആയിട്ടും ആർക്ക് തോന്നാണ്, ആരോണിന് തോന്നാണ്. Slatty was not accustomed to being milked that way, but she did not resist. അപ്പോൾ സ്ലാറ്റിയും ആദ്യമായിട്ടാണ് ഒരാൾക്ക് എന്താണ് അങ്ങനെ പാല് കൊടുക്കുന്നത്. പക്ഷെ സ്ലാറ്റി എന്താണ്, റെസിസ്റ്റ് ചെയ്യാനൊന്നും നിന്നില്ല. കാരണം എന്താണ്, on the contrary, she seemed eager to reward Aaron for bringing her to shelter whose very walls, floor and ceiling were made of wood. അപ്പോൾ സ്ലാറ്റിക്ക് ആ സമയത്ത് ആരോണിനോട് ഒരു കടപ്പാടുണ്ടായിരുന്നു. കാരണം എന്താണ്, അത്രയും നല്ല ഷെൽട്ടർ ആർക്ക് കൊടുത്തതിന്, സ്ലാറ്റിക്ക് കൊടുത്തതിന്. അതും ആ ഷെൽട്ടറിന്റെ എല്ലാ ഭാഗത്തും, ഫ്ലോറിലും വോളിലും സീലിംഗിലും മുഴുവനായിട്ട് എന്താണ്, സ്ലാറ്റിയുടെ ഫുഡാണ്. വൈക്കോൽ കൂന എന്ന് പറഞ്ഞാൽ നമുക്കറിയല്ലോ, മുഴുവനായിട്ട് വൈക്കോലും പുൽത്തകിടും ഒക്കെ വെച്ചിട്ടായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് സ്ലാറ്റിക്ക് കൊടുത്തതിന് സ്ലാറ്റിക്ക് ആരോണിനോട് കടപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്ലാറ്റിയുടെ മിൽക്ക് ആരോൺ കുടിച്ചപ്പോഴും സ്ലാറ്റി റെസിസ്റ്റ് ചെയ്യാതെ നിന്നത്. ഓക്കെ, ദെൻ ത്രൂ ദി വിൻഡോ ആരോൺ കുഡ് ക്യാച്ച് എ ഗ്ലിംസ് ഓഫ് ദി ചാവോസ് ഔട്ട്സൈഡ്. ദി വിൻഡ് ക്യാരിഡ് ബിഫോർ ഇറ്റ് ഡ്രിഫ്റ്റ് ഓഫ് സ്നോ. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡാർക്ക് and he did not know whether night had already come or whether it was the darkness of the storm. Through the window Aaron could catch a glimpse of the chavos outside. അപ്പോൾ ആരോൺ എന്താണ്, ആ ഒരു വൈക്കോൽ കൂനയ്ക്കുള്ളിൽ ഒരു വിൻഡോ പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിനുള്ളിലൂടെ പുറത്ത് നടക്കുന്ന കാഴ്ചകൾ ആര് കാണാണ്, ആരോൺ കാണാണ്. പുറത്ത് ഒരുപാട് കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട്, അത് ആ വിൻഡോയ്ക്കുള്ളിലൂടെ നോക്കി കാണാനും. ദി വിൻഡ് ക്യാരിഡ് ഇറ്റ് ഡ്രിഫ്റ്റ് ഓഫ് സ്നോ. അപ്പോൾ എന്താണ്, വിൻഡും സ്നോയും എന്താണ് നന്നായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡാർക്ക്. ആ സമയത്ത് അവിടെ മൊത്തം എന്തായിരുന്നു, ഡാർക്ക്, ഇരുട്ടായിരുന്നു. ആൻഡ് ഹി ഡിഡ് നോട്ട് നോ വെദർ നൈറ്റ് ഹാഡ് ഓൾറെഡി കം ഓർ വെദർ ഇറ്റ് വാസ് ദി ഡാർക്ക്നെസ് ഓഫ് ദി സ്റ്റോം. അപ്പോൾ അവന് മനസ്സിലായില്ല ഇനി രാത്രി ആയതാണോ അതും അല്ലെങ്കിൽ എന്താണ് മഞ്ഞുകൊണ്ട് നിറഞ്ഞിട്ടുള്ള ഇരുടാണോ എന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. താങ്ക് ഗോഡ് ദാറ്റ് ഇൻ ദി ഹേ ഇറ്റ് വാസ് നോട്ട് കോൾഡ്. അവനൊരു കാര്യത്തിൽ എന്താണ്, ദൈവത്തിനോട് നന്ദി പറയാണ്. പുറത്ത് അത്രത്തോളം തണുപ്പുണ്ട്, പക്ഷെ ആ ഹേക്കുള്ളിൽ, വൈക്കോൽ കൂനയ്ക്കുള്ളിൽ എന്താണ്, വളരെ ചൂടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് എന്താണ്, ദൈവത്തിനോട് ആരോൺ നന്ദി പറയാണ്. ദി ഡ്രൈഡ് ഹേ, ഗ്രാസ് ആൻഡ് ഫീൽഡ് ഫ്ലവേഴ്സ് എക്സ്യൂഡഡ് ദി വാംത്ത് ഓഫ് ദി സമ്മർ സൺ. അപ്പോൾ അതിനടങ്ങിയിട്ടുള്ള, ആ വൈക്കോൽ കൂനയ്ക്ക് അടങ്ങിയിട്ടുള്ള ഗ്രാസും അതുപോലെ തന്നെ ഹേയും വൈക്കോലും പുല്ലും എല്ലാം കൂടി എന്താണ്, അവർക്ക് നല്ല ചൂടാണ് ആ സമയത്ത് അത് കാരണം ഉണ്ടായത്. അപ്പോൾ ഒരു സമ്മറിൽ ഉണ്ടാവുന്ന ചൂട് പോലെ തന്നെ അവർക്ക് എന്താണ് അതിനുള്ളിൽ അനുഭവപ്പെട്ടു. ഓക്കെ, സ്ലാറ്റി ate frequently. She nibbled from above, below, from the left and the right. അപ്പോഴെന്താണ്, സ്ലാറ്റി ആ സമയത്ത് ഇപ്പോഴും വൈക്കോലും പുല്ലും ഒക്കെ എന്താണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മുകളിൽ നിന്നും താഴെ നിന്നും സൈഡിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും എന്താണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹെർ ബോഡി ഗേവ് ഫോർത്ത് ആൻ അനിമൽ വാംത്ത് ആൻഡ് ആരോൺ കഡിൽഡ് അപ് ടു ഹെർ. അപ്പോൾ അവളുടെ ബോഡിയിൽ നിന്നാണെങ്കിലോ വളരെയധികം ചൂട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആരോൺ ആ സമയത്ത് എന്താണ് അവളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്, അവളെ ഹഗ് ചെയ്യാണ്. He had always loved Slatty, but now she was like a sister. അപ്പോൾ ആരോണിന് എപ്പോഴും സ്ലാറ്റിയെ നല്ല ഇഷ്ടമായിരുന്നു,
പക്ഷെ ഇപ്പോഴെന്താണ് ആരോണിന് സ്വന്തം സിബ്ലിങ്ങിനെ പോലെ തന്നെ, സ്വന്തം സിസ്റ്ററിനെ പോലെ തന്നെ അത്രത്തോളം ഇഷ്ടവും സ്നേഹവും ആരോടുണ്ട്, സ്ലാറ്റയോടുണ്ട്. ഹി വാസ് അലോൺ, കട്ട് ഓഫ് ഫ്രം ഹിസ് ഫാമിലി ആൻഡ് വാണ്ടഡ് ടു ടോക്ക്. ഹി ബിഗാൻ ടോക്ക് ടു സ്ലാറ്റെ. അപ്പോൾ ആ സമയത്ത് അവൻ ഒറ്റയ്ക്കാണ്, അവന് വേറെ ആരുമില്ല, ഫാമിലിയിലത്തെ മെമ്പേഴ്സായിട്ട് ആരും അവന്റെ കൂടെ ഇല്ല, സ്ലാറ്റെ മാത്രമാണുള്ളത്. അപ്പോൾ സ്ലാറ്റയോടായിട്ട് അവൻ എന്താണ് സംസാരിക്കാൻ തുടങ്ങുകയാണ്. സ്ലാറ്റെ, വാട്ട് ഡു യു തിങ്ക് അബൌട്ട് വാട്ട് ഹാസ് ഹാപ്പൻ ടു അസ്? ഹി ആസ്ക്ഡ്. സ്ലാറ്റെ, എന്താണ് നമുക്ക് സംഭവിച്ചതെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ആര് ചോദിക്കുകയാണ്? ആരോൺ സ്ലാറ്റയോടായിട്ട് ചോദിക്കുകയാണ്. മാ, സ്ലാറ്റെ ആൻസേർഡ്. അപ്പോഴെന്താണ് സ്ലാറ്റയ്ക്ക് ആരോൺ പറഞ്ഞത് മനസ്സിലായി എന്ന രീതിയിൽ സ്ലാറ്റെ അതിന്റെ സൗണ്ട് പുറപ്പെടുവിക്കുകയാണ്. ഇഫ് വി ഹാഡിന്റ് ഫൗണ്ട് ദിസ് സ്റ്റോക്ക് ഓഫ് ഹേ വി ബോത്ത് വുഡ് ബി ഫ്രീസൺ സ്റ്റിഫ് ബൈ നൗ, ആരോൺ സെറ്റ്. പിന്നീട് ആരോൺ പറയാണ്, നമ്മൾ ഈ ഹെയർ സ്റ്റോക്ക് കണ്ടെത്തിയില്ല എങ്കിൽ നമ്മൾ രണ്ടുപേരും എന്തായി പോയേനെ, പുറത്തുള്ള തണുപ്പിൽ, അത്രത്തോളം തണുപ്പിൽ രണ്ടുപേരും ഫ്രീസായി പോയേനെ എന്ന് ആരോണ് സ്ലാറ്റയോട് പറയാണ്. ആ സമയത്തും സ്ലാറ്റെ എന്താ റിപ്ലൈ കൊടുക്കുന്നത്? മാ വാസ് ദി ഗോഡ്സ് റിപ്ലൈ. ഗോഡ്സിന്റെ റിപ്ലൈ, ആടിന്റെ സ്വരത്തിൽ തന്നെ അതിനെന്താണ് റിപ്ലൈ കൊടുത്തു. ഇഫ് ദി സ്നോ കീപ്സ് ഓൺ ഫോളിംഗ് ലൈക്ക് ദിസ് വി മേ ഹാവ് ടു സ്റ്റേ ഹിയർ ഫോർ ഡേയ്സ്, ആരോൺ എക്സ്പ്ലെയിൻഡ്. ആരോൺ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുകയാണ്, വിശദീകരിച്ചു കൊടുക്കുകയാണ് സ്ലാറ്റയോട്. ഈ മഞ്ഞ് മഴ ഇനിയും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കൂടി ഇതിനുള്ളിൽ തങ്ങേണ്ടി വരുമെന്ന്. മാ, സ്ലാറ്റെ ബ്ലീറ്റഡ്. ആ സമയത്തും സ്ലാറ്റെ റിപ്ലൈ കൊടുക്കുകയാണ്. എന്ത്? സ്ലാറ്റെ അതിന്റെ സൗണ്ടിൽ എന്താണ് റിപ്ലൈ കൊടുക്കുകയാണ്. വാട്ട് ഡസ് മാ മീൻ? ആരോൺ ആസ്ക്ഡ്. യു ഹാഡ് ബെറ്റർ സ്പീക്ക് അപ്പ് ക്ലിയർലി. എന്താണ് മാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരോണ് സ്ലാറ്റയോട് ചോദിക്കുകയാണ്. യു ഹാഡ് ബെറ്റർ സ്പീക്ക് അപ്പ് ക്ലിയർലി. നിനക്ക് നന്നായിട്ട് സംസാരിക്കാൻ നോക്കുക എന്ന് പറയാണ്. മാ സ്ലാറ്റെ ട്രൈഡ്. വീണ്ടും എന്താണ് സ്ലാറ്റയുടെ ലാംഗ്വേജിൽ എന്താണ് മാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വെൽ, ലെറ്റ് ഇറ്റ് ബി മാ then, ആരോൺ said patiently. You cannot speak, but I know you understand. I need you and you need me. Isn't that right? പിന്നീട് ആരോൺ പറയാണ്, എന്താ പറയുന്നത്? അതെ, നിനക്ക് സംസാരിക്കാൻ കഴിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിനക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന്. നീ എന്നെയും മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ നിന്നെയും അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, അത് ശരിയല്ലേ എന്ന് ആരോട് ചോദിക്കുകയാണ്, സ്ലാറ്റയോട് ചോദിക്കുകയാണ്. മാ, അതിന് റിപ്ലൈ ആയിട്ടും സ്ലാറ്റെ എന്താ പറയുന്നത്? മാ, അതിന്റെ സൗണ്ടിൽ തന്നെ എന്താണ് റിപ്ലൈ കൊടുക്കാണ്. ഗോട്ടല്ലേ, ആടിന്റെ ലാംഗ്വേജിൽ ആരോണിന് റിപ്ലൈ കൊടുക്കാണ്. ആരോൺ became sleepy. He made a pillow out of some hay, leaned his head on it and dozed off. Slatty too fell asleep. അപ്പോഴെന്താണ് ആരോണിന് ആ സമയത്ത് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു. അവനെന്താണ് അതിൽ നിന്ന് കുറച്ച് വൈക്കോലും പുൽത്തകിടും ഒക്കെ എടുത്തിട്ട് എന്താണ് ഒരു തലയണ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് എന്താണ് അതിന്റെ മുകളിൽ തലവെച്ച് കിടക്കുകയാണ്. സ്ലാറ്റയ്ക്കും ആ സമയത്ത് എന്താണ് ഉറക്കം വരുന്നുണ്ടായിരുന്നു. സ്ലാറ്റയും എന്താണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഓക്കെ. When Aaron opened his eyes, he did not know whether it was morning or night. The snow had blocked up his window. He tried to clear it, but when he had bored through to the length of his arm, he still hadn't reached the outside. അങ്ങനെ ആരോൺ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ when Aaron opened his eyes, അവൻ എന്താണ് അവന്റെ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ he did not know whether it was morning or night. അവൻ എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല, ഇപ്പോ നൈറ്റ് ആണോ മോർണിംഗ് ആണോ രാത്രിയാണോ പകലാണോ എന്നത് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. The snow had blocked up his window. അവൻ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ വിൻഡോയിലും എന്ത് വന്ന് മൂടി? സ്നോ, മഞ്ഞ് വന്ന് മൂടി. He tried to clear it. അവൻ അതെന്താണ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കി. ആ വിൻഡോയിൽ നിന്ന് എന്താണ് മഞ്ഞ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവൻ ട്രൈ ചെയ്തു. But when he had bored through to the length of his arm, he still hadn't reached the outside. പക്ഷെ അവന്റെ കൈ കൊണ്ട് എന്താണ് ആ മഞ്ഞ് മാറ്റാൻ അവന് സാധിച്ചില്ല. Luckily he had his stick with him and was able to break through to the open air. അപ്പോഴെന്താണ് ഭാഗ്യം കൊണ്ട് തന്നെ അവന്റെ കയ്യിൽ ആ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, വടി ഉണ്ടായിരുന്നു. ആ വടി ഉപയോഗിച്ചിട്ട് എന്താണ് ആ വിൻഡോയിൽ മൂടി നിൽക്കുന്ന മൂടൽ മഞ്ഞ് അവൻ കുത്തി ഒഴിവാക്കി. ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ഔട്ട്സൈഡ്. ഇപ്പോഴും പുറത്തെന്താണ് നല്ല ഡാർക്ക് തന്നെ, ഇരുട്ടായിട്ട് തന്നെയാണ് പുറം കാണപ്പെടുന്നത്.
ദി സ്നോ കണ്ടിന്യൂഡ് ടു ഫോൾ ആൻഡ് ദി വിൻഡ് വെയിൽഡ്. അപ്പോഴെന്താ, ഇപ്പോഴും മഞ്ഞിങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ കാറ്റടിക്കുന്ന ശബ്ദവും കേൾക്കുന്നുണ്ട്. ഫസ്റ്റ് വിത്ത് വൺ വോയിസ് ആൻഡ് ദെൻ വിത്ത് മെനി. അപ്പോൾ ആദ്യം ഒരു സൗണ്ടിലായിരുന്നു, പിന്നെ എന്താണ്, ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്ന ആ സൗണ്ട് അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. സംടൈംസ് ഇറ്റ് ഹാഡ് ദി സൗണ്ട് ഓഫ് ഡെവിളിഷ് ലോഫ്റ്റർ. അപ്പോൾ അവനെന്താ തോന്നിയത്, ആരോടിന് ആ സമയത്ത് ആ കാറ്റിന്റെ സൗണ്ട് കേട്ടിട്ട് എന്താണ് തോന്നിയത്, പൈശാചികമായിട്ടുള്ള ഒരു ചിരി പോലെയാണ് ആരോടിന് ആ കാറ്റടിക്കുന്ന സൗണ്ട് തോന്നിയത്. സ്ലാറ്റി ടു എവോക്ക് ആൻഡ് വെൻ ആരോൺ ഗ്രീറ്റഡ് ഹെർ. അപ്പോൾ സ്ലാറ്റയും എന്താണ് പിന്നീട് എണീറ്റു. സ്ലാറ്റയും ഉറങ്ങിയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. സ്ലാറ്റയും എണീറ്റ് ഉടനെ തന്നെ ആരോൺ ഗ്രീറ്റ് ചെയ്തു ആരെ, സ്ലാറ്റയെ. ഷീ ആൻസേർഡ് മാ. അപ്പോൾ ആ സമയത്തും സ്ലാറ്റ എന്താണ് മറുപടിയായിട്ട് മാ എന്ന് പറഞ്ഞു. സ്ലാറ്റീസ് ലാംഗ്വേജ് കൺസിസ്റ്റ് ഓഫ് ഓൺലി വൺ വേർഡ് ബട്ട് ഇറ്റ് മീൻ മെനി തിങ്സ്. അതെ, സ്ലാറ്റയുടെ ലാംഗ്വേജ്, സ്ലാറ്റയുടെ ഭാഷയിൽ സ്ലാറ്റയ്ക്ക് ഒരു ഭാഷ മാത്രമേ അറിയുള്ളൂ, പക്ഷേ അത് തന്നെ എന്താണ് ഒരുപാട് തരത്തിലുള്ള അർത്ഥം നമുക്ക് തരുന്നുണ്ട് എന്ന് ആര് പറയാണ്, ആര് മനസ്സിലാക്കാണ്, ആരോൺ മനസ്സിലാക്കാണ്. ആരോൺ ഹാഡ് അവേക്കൻഡ് ഹംഗ്രി. ഹി ഹാഡ് ഈറ്റൻ അപ്പ് ഹിസ് ഫുഡ് ബട്ട് സ്ലാറ്റി ഹാഡ് പ്ലെന്റി ഓഫ് മിൽക്ക്. ആരോൺ ആ സമയത്ത് വിശപ്പോട് കൂടിയിട്ടാണ് എണീച്ചത്. അവൻ അത്രത്തോളം വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് സ്ലാറ്റയുടെ അകിടിൽ മുഴുവനായിട്ട് പാല് നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നത്. വീണ്ടും അവൻ എന്താണ്, സ്ലാറ്റയുടെ പാലാണ് കുടിക്കുന്നത്. ഫോർ 3 days ആരോൺ ആൻഡ് സ്ലാറ്റി സ്റ്റേഡ് ഇൻ ദി ഹേസ്റ്റോക്ക്. അങ്ങനെ 3 ദിവസം അവർക്ക് ആ വൈക്കോൽ കൂനയ്ക്കുള്ളിൽ നിൽക്കേണ്ടി വന്നു. ആരോൺ ഹാഡ് ഓൾവേസ് ലവ്ഡ് സ്ലാറ്റി ബട്ട് ഇൻ ദീസ് 3 days ഹി ലവ്ഡ് ഹെർ മോർ ആൻഡ് മോർ. ആരോണിന് എപ്പോഴും ആരോട് സ്നേഹമുണ്ടായിരുന്നു, സ്ലാറ്റിയോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ 3 ദിവസത്തിനുള്ളിൽ ആരോണിന് അതിൽ കൂടുതൽ സ്ലാറ്റിയോട് ഇഷ്ടവും സ്നേഹവും ഒക്കെ തോന്നി. ഷീ ഫെഡ് ഹിം വിത്ത് ഹെർ വാം മിൽക്ക് ആൻഡ് ഹെൽപ്ഡ് കീപ് ഹിം വാം. അപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്തത് ആരാണ്, സ്ലാറ്റിയാണ്. സ്ലാറ്റിയുടെ ആ ചൂട് പാല് കുടിച്ചിട്ടാണ് അവൻ ആ 3 ദിവസം കഴിഞ്ഞു കൂടിയത്. അപ്പോൾ അവനെ എല്ലാ തരത്തിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആര്, സ്ലാറ്റി എന്താണ് അവന് പാലൂട്ടി. പിന്നെ അത് മാത്രല്ല, അവനെ ഒന്ന് ചൂട് പിടിപ്പിക്കുന്നതിനും ആര് ഹെൽപ്പ് ചെയ്തു, സ്ലാറ്റി ഹെൽപ്പ് ചെയ്തു. കാരണം സ്ലാറ്റിയുടെ ദേഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, രോമത്തിന്റെയാണ് അല്ലെ. അപ്പോൾ ആ രോമക്കുപ്പായം പോലെയുള്ള സ്ലാറ്റിയുടെ ദേഹത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന സമയത്താണ് അവൻ എന്ത് തോന്നിയത്, ചൂട് തോന്നിയത്. അപ്പോൾ എല്ലാ തരത്തിലും സ്ലാറ്റി ആരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ആരോണിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Then he told her many stories and she always cocked her ears and listened. അങ്ങനെ ആരോണ് സ്ലാറ്റിക്ക് ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് സ്ലാറ്റി അതിന്റെ ചെവി എന്താണ് ആരോണിന്റെ അടുത്തേക്ക് നീക്കി വെച്ചിട്ട് ഇങ്ങനെ ആ സ്റ്റോറിയൊക്കെ കേട്ടിരുന്നു, ലിസൺ ചെയ്തിരുന്നു. When he petted her, she licked his hand and his face. പിന്നീട് ആരോൺ സ്ലാറ്റിയുടെ ദേഹത്ത് ഇങ്ങനെ തലോടി കൊടുത്തു. ആ സമയത്ത് എന്താണ്, സ്ലാറ്റി ആരോണിന്റെ കയ്യിലും മുഖത്തുമൊക്കെ ലിക്ക് ചെയ്യാൻ തുടങ്ങി. Then she said, Ma, and he knew it meant I love you too. അപ്പോൾ ആരോണിന് മനസ്സിലായി സ്ലാറ്റി തന്റെ ഇഷ്ടമാണ് ഈ മാ എന്ന സൗണ്ടിലൂടെ ഇപ്പൊ പുറപ്പെടുവിച്ചത് എന്ന്. ആ സമയത്ത് ആരോൺ തിരിച്ചു പറയാണ് എന്ത്, I love you too എന്ന്. ഓക്കെ, then next paragraph. The snow fell for 3 days. Though after the first day it was not as thick and the wind quieted down. The snow fell for 3 days. അങ്ങനെ 3 ദിവസം നിർത്താതെ ആ മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നു. Though after the first day it was not as thick and the wind quieted down. പക്ഷെ ഫസ്റ്റ് ദിവസത്തിനേക്കാളും കുറവുണ്ടായിരുന്നു മഞ്ഞ് വീഴ്ചയിൽ. പിന്നെ എന്താണ്, വിൻഡും കാറ്റും ശാന്തമായിരുന്നു. Sometimes Aaron felt that there could never have been a summer that the snow had always fallen ever since he could remember. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചില സമയങ്ങളിൽ ആരോൺ ചിന്തിച്ചു നോക്കുമായിരുന്നു, ചിന്തിക്കാറുണ്ടായിരുന്നു സമ്മർ ഒരിക്കലും വന്നില്ലെങ്കിൽ, വേനൽക്കാലം ഒരിക്കലും വന്നില്ലെങ്കിൽ, ഈ സ്നോ മഞ്ഞിങ്ങനെ പെയ്യുന്നത് നിന്നില്ലെങ്കിൽ എന്താവുമായിരിക്കുമെന്ന് ആരോൺ ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ്. Aaron never had a father or mother or sisters. ആരോണിന് ഫാദറും മദറും സിസ്റ്റേഴ്സും ഒന്നുമില്ലായിരുന്നെങ്കിൽ he was a snow child born of the snow and so was Slate. അവൻ എന്തായി മാറിയേനെ, ഒരു സ്നോ ചൈൽഡ്,
മഞ്ഞ കുട്ടിയായിട്ട് മാറിയേനെ, മഞ്ഞിൽ നിന്ന് ജനിച്ച ഒരു കുട്ടിയായി മാറിയേനെ. അതുപോലെ തന്നെ ആരും സ്ലാറ്റയും. It was so quiet in the air that his ears rang in the stillness. Aaron and Slatty slept all night and a good part of the day. അപ്പോൾ എന്താ പറയുന്നത്, ആ ഹേക്കകത്ത്, വൈക്കോൽ കൂനയ്ക്കകത്ത് മുഴുവനായിട്ട് ശാന്തമായിരുന്നു. കാരണം പുറത്ത് അങ്ങനെയും മഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ പോലും അതിനുള്ളിൽ വല്ലാതെ സൗണ്ടൊന്നും അവർക്ക് അനുഭവപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ലാറ്റയും ആരോണും അവരുടെ പകുതി സമയം ഉറങ്ങിത്തീർത്തു. As for Aaron's dreams, they were all about warm weather. He dreamed of green field, trees covered with blossoms, clear brooks and singing birds. അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അവൻ സ്വപ്നം കാണാണ്. എന്തായിരുന്നു അവന്റെ സ്വപ്നം? നല്ല വാം വെതർ ആയിരുന്നു. ദെൻ ഹി ഡ്രീംഡ് ഓഫ് ഗ്രീൻ ഫീൽഡ്, നല്ല പച്ച പാടവും. ദെൻ ട്രീസ് കവേർഡ് വിത്ത് ബ്ലോസംസ്, പൂത്ത് നിൽക്കുന്ന മരങ്ങളും. ക്ലിയർ ബ്രൂക്സ്, നല്ല ക്ലിയർ ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവിയും. ആൻഡ് സിംഗിങ് ബേർഡ്സ്, പാട്ട് പാടി പറന്നു കളിക്കുന്ന ബേർഡ്സും ഒക്കെ ആയിരുന്നു അവന്റെ സ്വപ്നം. ബൈ ദി തേർഡ് നൈറ്റ് ദി സ്നോ ഹാഡ് സ്റ്റോപ്ഡ്. അങ്ങനെ അവർ വന്ന മൂന്നാമത്തെ ദിവസം, മൂന്നാമത്തെ രാത്രി സ്നോ നിന്നു, മഞ്ഞ് പെയ്യുന്നതൊക്കെ നിന്നു. ബട്ട് ആരോൺ ഡിഡ് നോട്ട് ഡെയർ ടു ഫൈൻഡ് ഹിസ് വേ ഹോം ഇൻ ദി ഡാർക്ക്നെസ്. പക്ഷേ ആ സമയത്ത് രാത്രി ആയതുകൊണ്ട് തന്നെ, ഇരുട്ടായതുകൊണ്ട് തന്നെ എന്താണ്, അവന് അവന്റെ വീട്ടിലോട്ടുള്ള വഴി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ദി സ്കൈ ബിക്കെയിം ക്ലിയർ ആൻഡ് ദി മൂൺ ഷോൺ. അങ്ങനെ ആകാശമൊക്കെ ക്ലിയറായി, ചന്ദ്രനെയൊക്കെ കാണാൻ തുടങ്ങി. ആരോൺ ഡഗ് ഹിസ് വേ ഔട്ട് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദി വേൾഡ്. അപ്പോൾ അവൻ നടക്കുന്ന പാതയിലും മഞ്ഞ് ചെറുതായിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് പുറം ലോകത്തേക്ക് എത്തിപ്പെട്ടു. ഇറ്റ് വാസ് ഓൾ വൈറ്റ്, ക്വയറ്റ്, ഡ്രീമിംഗ് ഡ്രീംസ് ഓഫ് ഹെവൻലി സ്പ്ലെൻഡർ. അപ്പോൾ അവൻ സ്വപ്നത്തിൽ കണ്ട അതേ ലാൻഡ് പോലെ അവന് അനുഭവപ്പെട്ടു. ദി സ്റ്റാർസ് വർ ലാർജ് ആൻഡ് ക്ലോസ്. അങ്ങനെ സ്റ്റാർസ്, നക്ഷത്രങ്ങളൊക്കെ വന്നു. ദി മൂൺ സ്വാം ഇൻ ദി സ്കൈ ആസ് ഇൻ എ സീ. ആകാശം നല്ല നീല നിറത്തിൽ കാണപ്പെട്ടു, കടല് പോലെ. കടലിന്റെ അതേ നീല കളറില് സ്കൈയും കാണപ്പെട്ടു. അപ്പോൾ സ്കൈയില്, ആകാശത്തിലെ അമ്പിളിമാമൻ ആ സമയത്ത് ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. ഓൺ ദി മോർണിംഗ് ഓഫ് ദി ഫോർത്ത് ഡേ, ആരോൺ ഹിയർഡ് ദി റിംഗിംഗ് ഓഫ് sleigh bells. The haystack was not far from the road. The peasant who drove the sleigh pointed out the way to him, not to the town and Fable the butcher, but home to the village. Aaron had decided in the haystack that he would never part with Slatty. On the morning of the fourth day, Aaron heard the ringing of sleigh bells. അങ്ങനെ 3 ദിവസം രാത്രി അവരവിടെ കഴിച്ചുകൂട്ടി എന്ന് നമ്മൾ പറഞ്ഞു ആ ഹേസ്റ്റോക്കിൽ. 4ാമത്തെ ദിവസം രാവിലെ സ്ലെയ് ബെൽസിന്റെ സൗണ്ട് കേൾക്കാണ്. ആര്? ആരോൺ. സ്ലെയ് ബെൽസ് മീൻസ് കുതിരവണ്ടിയുടെ സൗണ്ട് കേൾക്കാണ് ആരോൺ. ദി ഹേസ്റ്റോക്ക് വാസ് നോട്ട് ഫാർ ഫ്രം ദി റോഡ്. ആ ഹേസ്റ്റോക്ക്, ആ വൈക്കോൽ കൂന റോഡിൽ നിന്ന് അത്ര ദൂരത്തൊന്നുമല്ല. ദി peasant who drove the sleigh pointed out the way to him, not to the town and Fable the butcher, but home to the village. അങ്ങനെ പിന്നീട് ഇവരെ കൊണ്ടുപോകുന്നത് ആരാണ്? ആ കുതിരവണ്ടിക്കാരനാണ്, പെസന്റാണ്, കർഷകനാണ്. ഇവരെ എന്താണ്, തന്റെ കുതിരവണ്ടിയിൽ കയറ്റുകയും ആരോൺ പറഞ്ഞ സ്ഥലത്തേക്ക് കുതിരവണ്ടി പോവുകയും ചെയ്യാണ്. അപ്പോൾ ആരോൺ എങ്ങോട്ടാണ് ചൂണ്ടിക്കാണിച്ചത്? ബച്ചറിന്റെ അടുത്തേക്കോ ടൗണിലേക്കോ അല്ല, തന്റെ സ്വന്തം വില്ലേജിലേക്കാണ്, തന്റെ സ്വന്തം ഗ്രാമത്തിലേക്ക്, തന്റെ വീട്ടിലേക്ക് പോവാനുള്ള വഴിയാണ് കുതിരവണ്ടിക്കാരന് ആരോൺ കാണിച്ചു കൊടുത്തത്. ആരോൺ ഹാഡ് ഡിസൈഡഡ് ഇൻ ദി ഹേസ്റ്റോക്ക് ദാറ്റ് ഹി വുഡ് നെവർ പാർട്ട് വിത്ത് സ്ലാറ്റി. അങ്ങനെ അവൻ ആ ഹേസ്റ്റോക്കിൽ വെച്ച് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ആരോൺ ആ വൈക്കോൽ കൂനയിൽ വെച്ച് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, താനും സ്ലാറ്റിയും ഇനി ഒരിക്കലും പിരിയില്ല എന്ന്. Aaron's family and their neighbors had searched for the boy and the goat, but had found no trace of them during the storm. They feared they were lost. Aaron's mother and sisters cried for him. His father remained silent and gloomy. Suddenly one of the neighbors came running to their house with the news that Aaron and Slater were coming up the road. അങ്ങനെ ആ സമയത്ത് ആരോന്റെ വീട്ടില് ആരോന്റെ ഫാമിലിയും നൈബേഴ്സും ഒക്കെ ഇവരെ കാണാതെ തിരഞ്ഞു നടക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഇവരെ സെർച്ച് ചെയ്ത് നടക്കുന്നുണ്ട്, ആരോന്റെ ഫാമിലിയും നൈബേഴ്സും. കാരണം എന്താണ്, ഇവര് 3 ദിവസമായിട്ട് പുറത്തു പോയതാണ് അല്ലേ? ആരോണും സ്ലാറ്റയും
ഇത്രയും ദിവസം 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള മഞ്ഞുമഴ കാരണം ആർക്കും തന്നെ പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ മഞ്ഞുമഴ പെയ്യുന്നതൊന്ന് നിന്നതിന് ശേഷമാണ് ഇവർ സെർച്ച് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, ദേ ഫിയർഡ് ദേ വർ ലോസ്റ്റ്. അങ്ങനെ ആരോണിന്റെ ഫാമിലി ഭയപ്പെട്ട് പോവാണ്, ഇവരെ നഷ്ടപ്പെട്ടോ എന്ന് കരുതിയിട്ട്. ആരോൺസ് മദർ ആൻഡ് സിസ്റ്റേഴ്സ് ക്രൈഡ് ഫോർ ഹിം. ആരോണിന്റെ അമ്മയും സിസ്റ്റേഴ്സും കരയാൻ തുടങ്ങി. ഹിസ് ഫാദർ റിമെയിൻഡ് സൈലന്റ് ആൻഡ് ഗ്ലൂമി. ഇവരെ പട്ടണത്തിലേക്ക് പറഞ്ഞയച്ചത് ആരാണ്? ഫാദർ ആണല്ലേ, ആരോണിന്റെ അച്ഛനാണ്. അപ്പോൾ അച്ഛൻ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്, ആകെ ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ് ആര്? അച്ഛൻ. സഡൻലി വൺ ഓഫ് ദി നൈബേഴ്സ് കെയിം റണ്ണിംഗ് ടു ദെയർ ഹൗസ് വിത്ത് ന്യൂസ് ദാറ്റ് ആരോൺ ആൻഡ് സ്ലാറ്റെ വർ കമ്മിങ് അപ്പ് ദി റോഡ്. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് ഒരു നൈബർ വന്നിട്ട്, അവരുടെ ഒരു അയൽവാസി വന്നിട്ട് പറയുകയാണ്, എന്താ പറയുന്നത്? ആരോണും സ്ലാറ്റയും കൂടി റോഡിലൂടെ നടന്നു വരുന്നുണ്ട് എന്ന്. ദർ വാസ് എ ഗ്രേറ്റ് ജോയ് ഇൻ ദി ഫാമിലി. ആ സമയത്ത് അവരുടെ ഫാമിലിക്ക് അതൊരു ഉത്സവമായിരുന്നു. ആരോൺ ടോൾഡ് ദം ഹൗ ഹി ഹാഡ് ഫൗണ്ട് ദി സ്റ്റോക്ക് ഓഫ് ഹേ ആൻഡ് ഹൗ സ്ലാറ്റെ ഹാഡ് ഫെഡ് ഹിം വിത്ത് ഹർ മിൽക്ക്. പിന്നീട് ആരോൺ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവരോടായിട്ട് വിശദീകരിച്ച് പറയാൻ തുടങ്ങി. എങ്ങനെയാണ് അവർ ഹെയർ സ്റ്റോക്കിൽ അകപ്പെട്ടതെന്നും ഈ 3 ദിവസം താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നും ആരോൺ വിശദീകരിച്ചു കൊടുത്തു. കാരണം സ്ലാറ്റയുടെ മിൽക്ക് കുടിച്ചിട്ടാണ് അവൻ സർവൈവ് ചെയ്തത്. ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുക്കുകയാണ് ആരോൺ അവന്റെ ഫാമിലി മെമ്പേഴ്സിന്. ആരോൺ സിസ്റ്റേഴ്സ് കിസ്ഡ് ആൻഡ് ഹഗ്ഡ് സ്ലാറ്റെ ആൻഡ് ഗേവ് ഹെർ എ സ്പെഷ്യൽ ട്രീറ്റ് ഓഫ് ചോപ്ഡ് ക്യാരറ്റ് ആൻഡ് പൊട്ടാറ്റോ പീൽസ് which സ്ലാറ്റെ gobbled and hungrily. പിന്നീട് ഈ കഥകളൊക്കെ കേട്ടപ്പോൾ ആരോണിന്റെ ഫാമിലി മെമ്പേഴ്സിന് സ്ലാറ്റയോട് ഒന്നുകൂടി ഇഷ്ടം കൂടുകയാണ് ചെയ്തത്. ആരോണിന്റെ സിസ്റ്റേഴ്സ് ഓടിപ്പോയിട്ട് സ്ലാറ്റയെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ചെയ്തു. മാത്രമല്ല സ്ലാറ്റയുടെ ഫേവറേറ്റ് ഡിഷായിട്ടുള്ള ക്യാരറ്റും പൊട്ടാറ്റോയും കൂടി കൂട്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ സ്ലാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആരോണിന്റെ സിസ്റ്റേഴ്സ്. ഓക്കെ, നോബഡി എവർ അഗെയിൻ തോട്ട് ഓഫ് സെല്ലിംഗ് സ്ലാറ്റെ. പിന്നീട് അങ്ങോട്ട് ആരും തന്നെ ചിന്തിച്ചിട്ടില്ല സ്ലാറ്റയെ കൊണ്ടുപോയിട്ട് വിൽക്കണമെന്ന്. ആൻഡ് നൗ ദാറ്റ് ദി കോൾഡ് വെദർ ഹാഡ് ഫൈനലി സെറ്റ് ഇറ്റ്, ദി വില്ലേജേഴ്സ് നീഡഡ് ദി സർവീസ് ഓഫ് റിയോവൻ ദി ഫറിയർ വൺസ് മോർ. അപ്പോൾ പിന്നീട് വിന്റർ, മഴക്കാലം വന്നു. അതോടുകൂടിയിട്ട് റിയോവൻ ഒരു കമ്പിളി പുതപ്പ് വിൽക്കുന്ന ആളാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്ക് കച്ചവടം കൂടിയിട്ട് അവരൊന്ന് സെറ്റായി. When Hanukkah came, Aaron's mother was able to fry pancake every evening. അങ്ങനെ ഹനൂക്ക ഫെസ്റ്റിവൽ വന്നു. ആരോണിന്റെ മദർ എല്ലാ ദിവസവും ഈവനിങ്ങിൽ പാൻകേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. ആൻഡ് സ്ലാറ്റെ ഗോട്ട് their own portion too. ആ പാൻകേക്കിൽ നിന്ന് സ്ലാറ്റയ്ക്കും എന്നും ഒരു പോർഷൻ കൊടുക്കുമായിരുന്നു. Even though Slatte had her own pen, she often came to the kitchen, knocking on the door with her horns to indicate that she was ready to visit, and she was always admitted. അവൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ആട്ടിൻകൂട് ഉണ്ടെങ്കിൽ പോലും അവൾ എല്ലാ ദിവസവും എവിടേക്ക് വരും? കിച്ചണിലേക്ക് വരും. കിച്ചണിൽ വന്നിട്ട് തന്റെ കൊമ്പ് ഉപയോഗിച്ചിട്ട് ആ ഡോറിൽ മുട്ടിയിട്ട് ഉള്ളിലേക്ക് കയറും. ഇൻ ദി ഈവനിങ് ആരോൺ, മിറിയം ആൻഡ് അന്ന പ്ലേഡ് ഡ്രൈഡൽ. അങ്ങനെ വൈകുന്നേരം ഈവനിങ്ങിൽ മിറിയവും അന്നയും ആരോണും കൂടി ഡ്രൈഡൽ കളിക്കാൻ തുടങ്ങുകയാണ്. ഡ്രൈഡൽ എന്നതൊരു ഗെയിമാണ്. ഹനൂക്ക ഫെസ്റ്റിവൽ വരുന്ന സമയത്ത് അവർ കളിക്കുന്ന ഒരു ഗെയിമാണ് ഡ്രൈഡൽ. സ്ലാറ്റെ സാറ്റ് നിയർ ദി സ്റ്റൗ വാച്ചിങ് ദി ചിൽഡ്രൻ ആൻഡ് ദി ഫ്ലിക്കറിംഗ് ഓഫ് ദി ഹനൂക്ക കാൻഡിൽസ്. ആ സമയത്ത് സ്ലാറ്റെ എന്തായിരുന്നു ചെയ്തിരുന്നത്? സ്ലാറ്റെ സ്റ്റൗവിന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇവരുടെ ഈ ഗെയിം വാച്ച് ചെയ്യായിരുന്നു. പിന്നെ ഹനൂക്ക കാൻഡിൽസ് അവിടെ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ മങ്ങിയ വെളിച്ചത്തിൽ നോക്കിയിരിക്കുകയായിരുന്നു സ്ലാറ്റെ. Once in a while, Aaron would ask her, Slatte, do you remember the 3 days we spent together? അങ്ങനെ ഒരു ദിവസം ആരോൺ സ്ലാറ്റയോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? സ്ലാറ്റെ, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മൾ 3 ദിവസം ആ ഹെയർ സ്റ്റോക്കിൽ സ്പെൻഡ് ചെയ്തത് നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ആരോൺ സ്ലാറ്റയോട്. ആൻഡ് സ്ലാറ്റെ വുഡ് സ്ക്രാച്ച് ഹെർ നെക്ക് വിത്ത് എ ഹോൺ, ഷേക്ക് ഹെർ വൈറ്റ് ബിയർഡഡ് ഹെഡ് ആൻഡ് കം ഔട്ട് വിത്ത് എ സിംഗിൾ സൗണ്ട് which expressed all her thoughts and all her love. ആരോണിന്റെ ഈ ചോദ്യം കേട്ടപ്പോൾ സ്ലാറ്റെ എന്താണ് ചെയ്യുന്നത്? സ്ലാറ്റെ തന്റെ കൊമ്പ് ഉപയോഗിച്ചിട്ട് നെക്ക് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യാണ്. ദെൻ ഷേക്ക് ഹെർ വൈറ്റ് ബിയർഡഡ് ഹെഡ്. എന്നിട്ട് അവളുടെ വെള്ള താടിയോട് കൂടിയിട്ടുള്ള തല അങ്ങനെ കുലുക്കുകയാണ്.
ആൻഡ് കം ഔട്ട് വിത്ത് എ സിംഗിൾ സൗണ്ട്. എന്നിട്ട് അവളൊരു സൗണ്ട് ഉണ്ടാക്കുകയാണ്, അവളുടേതായിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കുകയാണ്. വിച്ച് എക്സ്പ്രസ്ഡ് ഓൾ ഹെർ തോട്ട് ആൻഡ് ഓൾ ഹെർ ലവ്. അപ്പോൾ സ്ലാറ്റയുടെ ഈ സൗണ്ടിൽ നിന്ന് ആരോണിനൊരു കാര്യം മനസ്സിലായി. എന്താണത്? സ്ലാറ്റി കഴിഞ്ഞു പോയ എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കുന്നുണ്ട് എന്ന്. അവർ ഹെയ്സ്റ്റോക്കിൽ 3 ദിവസം സ്പെൻഡ് ചെയ്തപ്പോൾ നടന്ന എല്ലാ കാര്യങ്ങളും സ്ലാറ്റിയെ ഓർമ്മിച്ചെടുക്കുന്നുണ്ട് എന്ന് ആർക്ക് മനസ്സിലായി? ആരോണിന് മനസ്സിലായി. പിന്നെ അത് മാത്രമല്ല, സ്ലാറ്റിയുടെ സ്നേഹം എപ്പോഴും ആരോണിനും ആരോണിന്റെ കുടുംബത്തിനും ലഭിക്കുന്നുണ്ട് എന്നും ആരോണിന് മനസ്സിലാവാണ്. ഓക്കെ, ഈ ഷോർട്ട് സ്റ്റോറിയുടെ മെയിൻ തീം തന്നെ വരുന്നത് എന്താണ്? ഹ്യൂമൻ ബീയിങ്സും ആനിമൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള ബോണ്ടാണ് നമുക്ക് ഈ ഷോർട്ട് സ്റ്റോറിയിലൂടെ കാണാൻ കഴിയുന്നത്, അല്ലേ? അപ്പോൾ ഇതോടുകൂടി സ്ലാറ്റി ദി ഗോട്ട് എന്ന ഷോർട്ട് സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.